ഇന്ന് ഇഫ്താറിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് ബീഫ് അട. പൂവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ സ്റ്റഫ് ചെയ്യാൻ നമ്മൾ ബീഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാം. ഇപ്പോൾ ഇഫ്താറിനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് ബീഫ് റോസ്റ്റ്, അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത്. പത്തിരി മാവിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അതിൽ തിളച്ച വെള്ളം കൊണ്ടാണ് കുഴയ്ക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് വെക്കാം. ചെറിയ ബോൾസാണ് നല്ലത്. എന്നിട്ട് പത്തിരിക്കല്ലിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഞാൻ പരത്താൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞാനിത് എല്ലാം കൂടെ പരത്തിയെടുത്തു പൂരിയുടെ വലുപ്പത്തിൽ. ചെയ്യാനുള്ളത് ആ കുഞ്ഞു പൂരിനകത്ത് നമ്മുടെ ബീഫ് സ്റ്റഫ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ആ ബീഫ് റോസ്റ്റ് എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ട് അതൊന്ന് മടക്കി വെക്കുക. എന്നിട്ടിങ്ങനെ അതിൻ്റെ അരികിൽ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഒട്ടിപ്പിടിച്ചിരുന്നോളും. എന്നിട്ട് പിന്നെ ഇങ്ങനെ മടക്കി മടക്കി എടുത്താൽ മതി. ഇതാണ് എനിക്ക് ഏറ്റവും എളുപ്പം തോന്നിയിട്ടുള്ളൊരു മെത്തേഡ്. മോൾഡിലും ഉണ്ടാക്കാം, അതും എളുപ്പം തന്നെയാണ്. ഈ മോൾഡിൽ ഉണ്ടാക്കുമ്പോൾ ഓരോ അടയ്ക്കും കുറച്ച് ബാക്കി വരും ഉണ്ടാക്കി വരുമ്പോൾ. അപ്പോൾ അത് എടുത്ത് കുഴച്ചിട്ട് വീണ്ടും ഉണ്ടാക്കാൻ നിൽക്കണം. അപ്പോൾ അതിന് ഇച്ചിരി മടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതാണ് എനിക്ക് എളുപ്പം. പിന്നെ ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഷാലോ ഫ്രൈയിങ് ആണ് ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. ഒരു വശം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയായി. ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇഫ്താറിന് ഉണ്ടാക്കാൻ വലിയ മെനക്കെടൊന്നും ഇല്ലാതെ തന്നെ അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.